അപ്പോൾ നമ്മൾ ഉറുമ്പിക്കരയും വെമ്പിള്ളി എല്ലാം കണ്ടതിന് ശേഷം നമ്മളിത് ഏന്തിയാറ്റിൽ എത്തിയിരിക്കുന്നത്. ഏന്തിയാർ ഈസ്റ്റ് ആണ്. ഇതാണ് ഏന്തിയാറ്റിലെ പാലം കേട്ടോ. അപ്പോൾ ഈ പാലത്തിന് നേരെ അടുത്തായിട്ട് നമുക്കിവിടെ മെസ്സിയുടെ ഒരു വലിയൊരു കട്ടൗട്ട് വെച്ചിട്ടുണ്ട്. കപ്പുമായിട്ട് നിൽക്കുന്ന മെസ്സിയുടെ ഒരു കട്ടൗട്ട്. അപ്പുറത്തെ ഒരു ചെറിയൊരു നടപ്പാലം കാണാതെ വെള്ളിയന്തകാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്ര ഈ റോഡിൻ്റെ മേളിലായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഇവിടം തൊട്ടാണ് നമ്മുടെ പണി തീരാനുള്ളത് കേട്ടോ. പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മേളിൽ നിന്നൊക്കെ ടോർസൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ ഏന്തയാർ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു മുസ്ലിം ദേവാലയത്തെ കാണാം. അത്യാവശ്യം വലിയ രീതിയിലുള്ളൊരു ടൗണാട്ടോ. ഹായ്, ടിജോയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെയും കോട്ടയം ജില്ലയിലെ 2 സ്ഥലങ്ങളോട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോകണമെന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുടെ വെമ്പള്ളി കൂടി നമ്മൾ കോട്ടയം ജില്ലയിലെ ഏന്തയാർ വന്ന് ഇളങ്കാട് വന്ന് ഇളങ്കാടിൽ നിന്ന് വാങ്ങണമെന്ന റോഡൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ ആണ് നമുക്ക് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വീഡിയോയിലെ കാഴ്ചകളും വിശേഷങ്ങളും വന്ന വീഡിയോയിൽ ദൈവത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കൂട്ടിക്കൽ നിന്ന് കൊക്കയാറ് വഴി വെമ്പിളി പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ ഇരു സൈഡുകളിൽ നമുക്ക് എസ്റ്റേറ്റുകൾ കാണാം. റബ്ബർ എസ്റ്റേറ്റ് പോകുന്ന റോഡെന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള റോഡാണ്. അതുപോലെ എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളിലായിട്ട് നമുക്ക് എസ്റ്റേറ്റിലായോ ക്വാർട്ടേഴ്സോ അങ്ങനെ എന്തോ നമുക്ക് കാണാൻ സാധിക്കും. പഴയ രീതിയിലുള്ള കെട്ടിടങ്ങളാണ് നമുക്ക് പോകുന്ന വഴിക്കെല്ലാം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് 1-2 കെട്ടിടങ്ങളൊക്കെ കാണാവേ. ഇതെല്ലാം ഓടും അതുപോലെ തന്നെ ഷീറ്റൊക്കെയാണ്. നമ്മൾ വെമ്പിള്ളി ചെന്നിട്ടാണ് ഉറുമ്പിക്കരയ്ക്ക് പോകുന്നത്. ഉറുമ്പിക്കര എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് സ്ഥലമാണ്. ഒരുപാട് ബൈക്കുകളും ഒക്കെ വരുന്ന സ്ഥലമാണ്. മുണ്ടക്കയം ഏന്തയാർ പ്രദേശങ്ങളിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് റബ്ബർ കൃഷിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ആദ്യമായിട്ട് റബ്ബർ കൃഷി ആരംഭിച്ച് നമ്മുടെ മുണ്ടക്കയം ഭാഗത്താണ്. മർഫി സാഹിബാണ് അത് ആരംഭിച്ചത്. അപ്പോൾ നോക്കിയ റോഡിൻ്റെ ഇരു സൈഡുകളിൽ ഇങ്ങനെ മരം നിൽക്കുന്ന ഒരു ആർച്ച് പോലെ നല്ലൊരു ഭംഗിയുള്ള ഒരു കാഴ്ചയല്ലേ നമ്മളിപ്പോൾ കാണുന്നത്. മഴക്കാലമായതോടെ ഇവിടുത്തെയുള്ള റബ്ബർ മരങ്ങളെല്ലാം പാവാട ധരിച്ചാണ് നിൽക്കുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് റംബൂട്ടാൻ തോട്ടങ്ങൾ കാണാവേ. ഈ കാണുന്ന നോക്കിയ കൂനകുട്ടികളെ കുറേ മലനിരകളുടെ കാഴ്ചകൾ കാണാം കേട്ടോ. ഈ മഴക്കാലത്ത് ഈ റബ്ബർ തോട്ടത്തിൽ നടുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. നല്ല തണുപ്പും അതുപോലെ എല്ലാവരും ഇരുണ്ട് മൂടിയ ഒരു അന്തരീക്ഷവും ഒക്കെ ആയി കഴിയുമ്പോഴേക്കും വേറൊരു ഫീലാണ്, അല്ലെങ്കിൽ വേറൊരു വൈബാണ് നമുക്ക് ഇതിലൂടെ യാത്ര സമ്മാനിക്കുന്നത്. അങ്ങനെ നമ്മൾ വെമ്പള്ളി എന്ന സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് വീടുകളും അതുപോലെ കൃഷിയിടങ്ങളും ഇവിടെ ചെറിയൊരു ടൗൺ പോലെ ഒരു സ്ഥലമാണ്. 1-2 കടകളും വീടുകളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ആദ്യം പോകുന്നത് ഉറുമ്പിക്കരയ്ക്കാണ്. ഇവിടെ ഒരു മുസ്ലിം ദേവാലയമൊക്കെ കാണാം. ഇതാണ് വെമ്പള്ളി ടൗൺ അല്ലെങ്കിൽ വെമ്പള്ളി സിറ്റി എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നേരെ കിടക്കുന്ന വഴിക്കാണ് നമ്മൾ ഉറുമ്പിക്കരയ്ക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഉറുമ്പിക്കരയ്ക്ക് പോകുന്ന വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉറുമ്പിക്കരയുടെ ഏറ്റവും ടോപ്പിൽ കയറി പോകുന്നില്ല കേട്ടോ. നമ്മൾ ആദ്യത്തെ വെള്ളച്ചാട്ടം കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. അപ്പം പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ചെറിയൊരു കലുങ്കൊക്കെ നമുക്ക് കാണാവേ. ഉറുമ്പിക്കരയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഇതിൻ്റെ അടിയിലൂടെയൊക്കെ പോകുന്നത്. അപ്പോൾ എവിടെ നോക്കിയാലും ഈ റബ്ബർ തോട്ടങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കുറേ വളവും തിരിവൊക്കെ കയറി നമ്മളങ്ങനെ ഉറുമ്പിക്കരയിലെ ആദ്യത്തെ വെള്ളച്ചാട്ടത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഓഫ് റോഡ് ജീപ്പുകളും ബൈക്കുകളൊക്കെ വന്ന് ശ്രദ്ധേയമായ ഒരു സ്ഥലമാണ് ഉറുമ്പിക്കര എന്ന് പറയുന്നത്. യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഉറുമ്പിക്കരയിലെ ആദ്യത്തെ വെള്ളച്ചാട്ടത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ സൈഡൊക്കെ പോയി കിടക്കുക കേട്ടോ, മഴ പെയ്ത് വെള്ളമൊക്കെ എടുത്തു പോയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന വഴിയിലൂടെ വേണം ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാനും ദിലീപ് ബ്രോയും കൂടെ ഉറുമ്പിക്കരയിലെ ആദ്യത്തെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വേറെയും വെള്ളച്ചാട്ടങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഈ വെള്ളച്ചാട്ടം മാത്രമേ കാണുന്നുള്ളൂ. ഒരു ചെറിയൊരു റബ്ബർ തോട്ടത്തിൽ കൂടെ വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. ചെറിയൊരു കൈത്തോടൊക്കെ പിന്നിട്ടിട്ട് വേണം നമുക്ക് ആ വെള്ളച്ചാട്ടത്തിലോട്ട് ചെല്ലാൻ. നമ്മുടെ മാറുമല അരുവിയിലൊക്കെ സ്മരിക്കുന്ന രീതിയിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. അങ്ങനെ നമ്മൾ ഉറുമ്പിക്കരയിലെ ആദ്യത്തെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് എൻ്റെ അടുത്ത് നിന്നിട്ട് അടുത്തുള്ള കാഴ്ചകളോടെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഉറുമ്പിക്കരയിലെ വെള്ളച്ചാട്ടം. കണ്ടോ, ഇവിടെയും വെള്ളച്ചാട്ടമുണ്ട്, ഇവിടെയും വെള്ളച്ചാട്ടമുണ്ട്. നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ്. പക്ഷേ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അപകടങ്ങളൊന്നും ഉണ്ടാക്കരുത്. അവിടെയൊക്കെ ഭാഗത്തൊക്കെ മിക്കവാറും നല്ല ആഴമുള്ള സ്ഥലമായിരിക്കും. ഇവിടെയൊക്കെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാണ്. കാരണം ഈ മലമുകളിലൊക്കെ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. അപ്പോൾ അതനുസരിച്ച് വെള്ളം ഇവിടെ കൂടാം. അതുകൊണ്ട് ഇവിടെ വരുന്ന സഞ്ചാരികൾ അല്ലെങ്കിൽ കുട്ടികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഇടയ്ക്കും കൂടെ
നമ്മുടെ മൂന്നിലവിലെ ഭാഗത്ത് ഒരു അപകടം നടന്ന ഒരാൾ മരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഈ വഴിക്ക് കുറച്ചുകൂടെ പോകാനുണ്ട്, ഉറുമ്പിക്കരയിലെ ഓഫ് റോഡ് നടത്തുന്ന സ്ഥലത്തേക്ക് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകണില്ല, നമ്മളിനി ഏന്ത്യാറ്റിലോട്ട് പോവാണ്. വെമ്പിളി ചെന്നിട്ട് ഉറുമ്പിക്കരയിലെ വെള്ളച്ചാട്ടം ശേഷം നമ്മൾ ഏന്ത്യാറ്റിലോട്ട് ഈ വഴിക്ക് പോവുകയാണ്. വെമ്പിളിയിൽ നിന്ന് കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് ഏന്ത്യാറ്റിൽ എത്തിച്ചേരാൻ സാധിക്കുക. ഏന്ത്യാർ അത്യാവശ്യം വലിയായിട്ടുള്ളൊരു ടൗൺ തന്നെയാണ്. പോകുന്ന വഴിക്ക് ഒരു സൈഡ് റബ്ബർ തോട്ടങ്ങളും മറു സൈഡ് കുറേ കന്നാരത്തോട്ടങ്ങളൊക്കെയാണ്. ഈ കന്നാര ഇടവിളയായിട്ട് വെക്കുന്നതാണല്ലോ. അപ്പം ആ കാഴ്ചയൊക്കെ കണ്ട് നമ്മളങ്ങനെ യാത്ര തുടരുകയാണ്. ഇതാ ഇവിടെ എത്തിയപ്പോഴേക്കും നമുക്ക് കുറേ കപ്പ കൃഷി ചെയ്തേക്കുന്നതിൻ്റെ കാഴ്ച കാണാം. ഇവിടെയൊക്കെ വീടുകൾ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ വെമ്പിളിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു ജംഗ്ഷനിലെത്തിയ ഇവിടെ നിന്ന് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ ഏന്ത്യാറ്റിലോട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് പഴയ രീതിയിലുള്ള തട്ടുള്ള ഒരുപാട് കടകൾ കാണാം. ഇവിടെ ഗവൺമെൻറ് മൃഗാശുപത്രി മുക്കുളമുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ഉള്ളൂട്ടോ ഏന്ത്യാറ്റിലോട്ട്. അപ്പോൾ നമ്മൾ ഏന്ത്യാറ്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചെറിയ പാലമൊക്കെ കടന്ന് വേണം നമ്മൾ ഏന്ത്യാറ്റ് ടൗണിലോട്ട് എത്തിച്ചേരാനായിട്ട്. അപ്പോൾ ഇതേ നമ്മളങ്ങനെ ഏന്ത്യാറ്റ് ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ നമുക്ക് കുറേ കടകൾ കാണാം കേട്ടോ. റോഡിൻ്റെ ഇരു സൈഡുകളിലും വീടുകളും കടകളും എല്ലാം കൂടെ കൂടിയൊരു സ്ഥലമാണ്. അതേ ഇവിടെ നമുക്ക് ഏന്ത്യാർ പാലം കാണാവേ. അപ്പോൾ നമ്മൾ ഉറുമ്പിക്കരയും വെമ്പിള്ളി എല്ലാം കണ്ടതിന് ശേഷം നമ്മളിത് ഏന്ത്യാറ്റിൽ എത്തിയിരിക്കുന്നത്. ഏന്ത്യാർ ഈസ്റ്റാണ്. ഇതാണ് ഏന്ത്യാറ്റിലെ പാലം കേട്ടോ. അപ്പോൾ ഈ പാലത്തിന് നേരെ അടുത്തായിട്ട് നമുക്കിവിടെ മെസ്സിയുടെ ഒരു വലിയൊരു കട്ടൗട്ട് വെച്ചിട്ടുണ്ട്. കപ്പുമായിട്ട് നിൽക്കുന്ന മെസ്സിയുടെ ഒരു കട്ടൗട്ട്. അപ്പുറത്തെ ഒരു ചെറിയൊരു നടപ്പാലം കാണാവേ. അപ്പം 2021 പ്രളയത്തിൽ ഈ പാലമൊക്കെ നശിച്ചു പോയതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു പുതിയ പാലം നിർമ്മിച്ചത്. അപ്പോൾ നമ്മൾ ഏന്തയാർ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു മുസ്ലിം ദേവാലയത്തിൽ കാണാം. അത്യാവശ്യം വലിയ രീതിയിലുള്ളൊരു ടൗണാട്ടോ. കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്താണ്. ഇത് കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഏന്തയാർ. അപ്പോൾ നമ്മൾ ഏന്തയാർ സിറ്റിയിലെത്തിരിക്കുകയാണ്. ഒരുപാട് കടകളും പ്രസ്ഥാനങ്ങളും സ്റ്റുഡിയോയും ടെക്സ്റ്റൈൽസും തുടങ്ങി ഒരുപാട് ചിത്രങ്ങളുള്ളൊരു സ്ഥലമാണ് ഏന്തയാർ. അപ്പോൾ ഏന്തയാർ കഴിഞ്ഞ് പിന്നെ പോകുന്ന സ്ഥലമാണ് എളങ്കാട് എന്ന് പറയുന്ന സ്ഥലം. ഫർണിച്ചർ കടയും അതുപോലെ ബാങ്കുകളും അങ്ങനെ ഒരുപാട് കെട്ടിടങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഏന്തയാർ. കൂട്ടിക്കൽ കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം വലിയൊരു ടൗൺ ഇത് തന്നെയാട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഇനി പോകുന്നത് എളങ്കാട്ടിലേക്കാണ്. ഇവിടെ അടുത്തായിട്ട് ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. നമ്മൾ ആ പള്ളിയിലേക്ക് ഒന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇത് സെൻറ് മേരീസ് ചർച്ച് ഏന്തയാറാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പള്ളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇളങ്കാടിന് പോകാട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരമാണ് ഇളങ്കാട്ടിലേക്കുള്ളത്. അവിടെ നമുക്ക് വാഗമണ്ണൊക്കെ പോകാൻ സാധിക്കും. പക്ഷേ നിലവിലെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ആ വഴിക്ക് കയറി നമുക്ക് വാഗമണ്ണ് പോകാൻ പറ്റില്ല. ഇപ്പൊക്കെ ആണെങ്കിൽ കയറി പറഞ്ഞു. ഈയിടയ്ക്ക് അത് അവർ മെയിൻ്റെനൻസിൻ്റെ അല്ലെങ്കിൽ റോഡ് പണിയുടെ ഭാഗമായിട്ട് അവർ അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ വഴിക്ക് കയറി പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ കാണുന്ന മല നമ്മുടെ വാഗമൺ മലനിരകളാണ്. അപ്പോൾ ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നത് വാഗമൺ മലനിരയിലെ നമ്മുടെ തങ്ങളുപാറ ഭാഗത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായ കാഴ്ചകളും മലകളുടെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുക. അതുപോലെ നമ്മുടെ പുല്ലകയാറ് ദേ ഒഴുകി വരുന്നു കേട്ടോ. റോഡും തോടും പച്ചപ്പും അതുപോലെ മലകളും ഇളങ്കാടിനെ സുന്ദരിയാക്കുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഇളങ്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഉറുമ്പിക്കരയ്ക്ക് പോകാം, മുക്കുളം പോകാം, അതുപോലെ ഇളങ്കാടിന് നേരെയുള്ള വഴിക്കാണ് ഇളങ്കാടിന് പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ചെറിയൊരു ടൗണ്. അതേ മേളിൽ കാണുന്ന മലയാണ് നമ്മുടെ വാഗമൺ മലനിരകൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇളങ്കാട് ടൗണിലെ കാഴ്ച. ഇത് ഇളങ്കാട്ടിലെ ബസ് സ്റ്റാൻഡാണ്. ഈ വഴിക്ക് നേരെ പോയി ഇളങ്കാട് ടോപ്പിൽ ചെല്ലാതെ. അതുപോലെ ആ വഴിക്കാണ് നമ്മൾ വല്യന്ത വഴി വാഗമണ്ണൊക്കെ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇളങ്കാട് പാലം കാണാം. ഇവിടെ നമുക്ക് പൂഞ്ഞാറൊക്കെ പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇളങ്കാട് പാലമേ. പാലത്തിൽ നിന്നുള്ള കാഴ്ച അപ്പുറത്തെ ചെറിയൊരു നടപ്പാലം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടിലോട്ട് പോയി. അപ്പോൾ നമുക്ക് വല്യന്ത വന്ന വഴിക്കാണ് പോകുന്നത്. ഈ കാണുന്ന വഴിക്ക് പോയാൽ നമുക്ക് ഇളങ്കാട് ടോപ്പിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പം വല്യന്ത വഴിയാണ് നമ്മുടെ വാഗമണിലേക്കുള്ള റോഡുള്ളത്.
നല്ല നല്ല രീതിയിൽ ടാറൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചെല്ലുന്തോറും റോഡ് മാറിയിട്ട് ഓഫ് റോഡിലോട്ട് പോകണം. ഞങ്ങളുടെ 1.5 കിലോമീറ്റർ ആണ് ഇവിടുന്നുള്ളൂ അങ്ങോട്ടുള്ള ദൂരം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വാഗമണിലെ റിസോർട്ടുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ ശരിക്കും നമ്മുടെ റോഡ് അങ്ങ് തെളിയുവാണെങ്കിൽ, അതായത് റോഡിന്റെ പണിയൊക്കെ തീരുവാണെങ്കിൽ നമുക്ക് വാഗമണിൽ നിന്ന് എളുപ്പത്തിൽ ഇളങ്കാടിലേക്ക് എത്തിയാലും സാധിക്കും. 8-10 കിലോമീറ്റർ ഉള്ളൂ വാഗമണിൽ നിന്ന് ഇളങ്കാടിലേക്ക്. പക്ഷെ ആ വരുന്ന വഴി എന്ന് പറഞ്ഞാൽ നല്ല ഒരുമാതിരി കയർപ്പിന്റെ വളവുകളും ഇറക്കമൊക്കെ ഉള്ള ഒരു വഴിയാണ്. നെല്ലിയന്തയിലെ ശ്രീ ദുർഗാ മഹാദേവി ക്ഷേത്രമാണ്. അപ്പൊ ഇവിടുന്ന് കുറച്ചും കൂടെ ഉള്ളൂ നമ്മുടെ വാഗമൺ റോഡ് ആരംഭിക്കാനായിട്ട്. ശരിക്കും ഇത് വാഗമൺ റോഡാണ്. ഇതിന്റെ ടാറിങ് അവസാനിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ ഉടനെ എത്തിച്ചേരും. അപ്പോൾ നമ്മുടെ ടാറിങ് ഒക്കെ അവസാനിക്കുന്ന സ്ഥലത്തെത്തി. ഇവിടെ റോഡ് ക്രോസ് എന്ന് കേൾപ്പിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടാണ് ഓഫ് റോഡ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നെല്ലിയന്തകാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഈ റോഡിന്റെ മേളിലായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടം തൊട്ടാണ് നമ്മുടെ പണി തീരാനുള്ളത് കേട്ടോ. പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മേളിൽ നിന്നൊക്കെ ടോർസൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇളങ്കാടിയിൽ നിന്ന് വാഗമൺ പോകുന്ന റോഡ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു. മേളിൽ നിന്ന് നമ്മൾ ഇറങ്ങി വന്നിട്ട് കുറച്ച് വൈകിട്ട് നമ്മൾ നിർത്തിപ്പോകുന്ന ഒരു വീഡിയോ. അപ്പോൾ അത് ദേ ഭാഗത്തായിട്ട് കൊണ്ട് നമ്മൾ നിർത്തിപ്പോകുന്ന ആ വീഡിയോ അവിടെ വരെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ റോഡൊക്കെ തെളിഞ്ഞു വരുവാണെങ്കിൽ ഒരുപാട് യാത്രക്കാർ, ഒരുപാട് സഞ്ചാരികൾ ഈ വഴിക്ക് വാഗമണ് കയറിപ്പോകും കേട്ടോ. അപ്പോൾ ഭാവിയിലോട്ട് വളരെ ഫേമസ് ആകാൻ പോകുന്ന, വളരെ വൈറലാകാൻ പോകുന്ന ഒരു വഴിയാണ് നമ്മുടെ വാഗമൺ ഇളങ്കാട് റോഡ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇടുക്കി ജില്ലയുടെ വെമ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച് ഏന്തയാറിലൂടെ കയറി ഇളങ്കാടിലൂടെ വന്ന് അപ്പോൾ നമ്മൾ ഈ വാഗമണിൽ പോകുന്ന റോഡിലൂടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.